8 പതിറ്റാണ്ട് നീണ്ട എഴുത്ത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം സാനി മാഷ് ചെലവഴിച്ചത് കേരള സമൂഹത്തിൻ്റെ സമസ്യകൾ വെളിച്ചത്ത് കൊണ്ടുവരാനായിരുന്നു. നാരായണ ഗുരുസ്വാമി, ശ്രീനാരായണ ഗുരുദേവൻ, ഗുരു എന്നിങ്ങനെ ഗുരുവിനെ പല ജീവിതഘട്ടങ്ങളിൽ പല ആദർശങ്ങളിലൂടെ നോക്കിക്കാണുന്ന പുസ്തകങ്ങൾ. നാരായണ ഗുരുസ്വാമി എന്ന ജീവചരിത്ര ഗ്രന്ഥം അടക്കം ഗുരുവിനെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ. കേരളീയ സമൂഹത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ സഹോദരൻ അയ്യപ്പൻ, വൈക്കം മുഹമ്മദ് ബഷീർ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഇടപ്പള്ളി രാഘവൻ പിള്ള, എം ഗോവിന്ദൻ, യുക്തിവാദി MC ജോസഫ്, KC മാമൻ മാപ്പിള എന്നിവരുടെ ജീവചരിത്രം സാനു മാഷ് എഴുതി. രാമായണത്തിനും ഭാഗവതത്തിനും വ്യാഖ്യാനങ്ങൾ എഴുതി. അവധാരണം, കാറ്റും വെളിച്ചവും, ചക്രവാളം, രാജവീഥി, അതിർവരമ്പുകളില്ലാതെ, കാവ്യതത്വ, പ്രവേശിക, തുറന്ന ജാലകം, തപസ്വിനി അമ്മ തുടങ്ങിയവയെല്ലാം ഏറെ ചർച്ച ചെയ്യപ്പെട്ടവ. തപസ്വിനി അമ്മ എന്ന പുസ്തകം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശിപ്പിച്ചത് ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ. അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതിയെക്കുറിച്ച് അബലാശരണം, തപസ്വിനി, ശ്രീനാരായണ വിദ്യാർത്ഥിനി സദനം, ഗുരുവിൻ്റെ പാതയിൽ എന്നീ 4 അധ്യായങ്ങളും 3 അനുബന്ധ കുറിപ്പുകളുമാണ് പുസ്തകത്തിൽ. 98-ാം വയസ്സിലെഴുതിയ പുസ്തകമാണിത് എന്നതാണ് ശ്രദ്ധേയം. തപസ്വിനി അമ്മയുടെ അപൂർവ ചിത്രങ്ങൾ അടങ്ങിയ പുസ്തകം ആ ചടങ്ങിൽ വെച്ച് സാനു മാഷ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ആനന്ദ തീർത്ഥൻ്റെ ലോകമറിയാത്ത വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള പുതിയ പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണെന്ന കാര്യം. സാനു മാഷിൻ്റെ സാഹിത്യ സപര്യയെ അപൂർവമാക്കുന്നത് സാഹിത്യത്തിലുള്ള അപാരമായ ജ്ഞാനവും അതിൽ മുഴുകിയുള്ള ജീവിതവും തന്നെ. ദുഃഖിതന് സാന്ത്വനമരുളുന്ന അമ്മയാണ് എനിക്ക് സന്ധ്യ. ഭക്തി നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൻ്റെ മുമ്പാകെ പ്രത്യേകമായി പ്രത്യക്ഷമാകുന്ന ദേവിയും ദുഃഖത്തിലും സന്തോഷത്തിലും വിസ്മയത്തിലും ഭയത്തിലും സമസ്ത ഭാവവിശേഷങ്ങളിലും അനുഗ്രഹത്തിൻ്റെ സ്പർശത്താൽ സന്ധ്യ എന്നെ എപ്പോഴും മറ്റൊരു ലോകത്തിലേക്ക് ഉയർത്തുന്നു. ഫീച്ചർ ഡെസ്ക്, ന്യൂസ് മലയാളം.